എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ഓണാശംസകൾ. നമ്മളുടെ ഒരു ഓണക്കാലം കൂടി എത്തിയിരിക്കുകയാണല്ലേ. എത്ര പെട്ടെന്നല്ലേ ഓരോരോ വർഷങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത്. അപ്പം ഞാനൊരു കുട്ടി മേക്കപ്പ് ലുക്കുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. നമ്മളുടെ കൺസീലർ, കോണ്ടറിങ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാതെ കുറച്ച് പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. സ്കൂൾ കുട്ടികൾക്കും കോളേജ് സ്റ്റുഡൻസിനും അല്ലാതെ നമുക്ക് എല്ലാവർക്കും ഓഫീസിലേക്ക് ഒരുങ്ങി പോകാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ അധികം വളച്ചൊടിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ആദ്യം തന്നെ യൂസ് ചെയ്തിട്ടുള്ളത് മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസർ ക്രീമാണ്. നല്ല അടിപൊളി മോയ്സ്ചറൈസർ ക്രീമാണ്. നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിൽ സ്കിന്നുകാർക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ക്രീമാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ നേരെ നമ്മുടെ പ്രൈമറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇടുന്നതിന് മുന്നേ പ്രൈമർ ഒന്ന് ചെയ്തത് നല്ലതായിരിക്കും. നല്ല സ്മൂത്ത് ആയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് ബ്ലെൻഡ് ആവാനൊക്കെയാണ്, പിന്നെ ഒരു സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫൗണ്ടേഷന്. അപ്പോൾ അത് ബ്ലൂ ഹെവൻ്റെ ആണ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തെന്നുള്ളൂ. മസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ഒന്നല്ല. അപ്പോൾ അതിനുശേഷം ഞാൻ നേരെ നമ്മുടെ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ബിഗിനേഴ്സിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. 300 സംതിങ് രൂപ, 200 സംതിങ് രൂപ അങ്ങനെ എന്തോ ഉള്ളൂ. ഇതിന് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റമാണ്. മീഡിയം കവറേജ് ആണ് ഉള്ളത്. എനിക്ക് പേഴ്സണലി ഫിറ്റ്മിയുടെ ഫൗണ്ടേഷന് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതലേ ഞാൻ ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ വേറെ ബ്രാൻഡിൻ്റെ ഒന്നും യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇതെനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫൗണ്ടേഷൻ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നമ്മളുടെ നോർമൽ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കോമ്പാക്റ്റ് ഒന്നും അല്ല. എനിക്ക് കോമ്പാക്റ്റ് ഒക്കെ നല്ലപോലെ അലർജി ഉണ്ടാക്കുന്ന ഐറ്റമാണ്. എൻ്റെ നെക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അത് അലർജിൻ്റെ ആണ്. ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ പൗഡർ ഇട്ടിട്ടൊന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് ഓയിലി സ്കിൻ ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ഐബ്രോസ് ആണ് നേരെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. എൻ്റെ അത്യാവശ്യം കളറില്ലാത്തൊരു ഐബ്രോസ് ആണ്, അതുകൊണ്ടാണ് ബ്രൗൺ എടുത്തിട്ട് ഫില്ല് ചെയ്തത്. നോർമൽ ഒരു പാലറ്റ് ആണ്. ഞാൻ നിലമ്പൂർ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ബ്രാൻഡിനൊന്നും അല്ല. 120 രൂപ എങ്ങാണ്ട് ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഐഷാഡാണ് ഇട്ട് കൊടുക്കുന്നത്. സ്വിസ് ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റാണ് എൻ്റെ കയ്യിലുള്ള ഒരു കുട്ടി പാലറ്റാണ്. അപ്പോൾ അതിലെ ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഔട്ടർ കോണിൽ ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്ലെയിൻ ആയിട്ട് കിടക്കേണ്ട കരുതിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ തന്നെ ഒരു ഗ്ലിറ്ററി, ഒരു ഓറഞ്ച്, ഒരു ഗോൾഡ് ടച്ച് ഉള്ള ഒരു ഷെയ്ഡ് എടുത്തിട്ടാണ് ഒന്ന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഓണം വൈബ്, ഒരു ട്രഡീഷണൽ വൈബിന് നന്നായിട്ട് സെറ്റാവും തോന്നുന്നു. പിന്നെ ഞാൻ ഒരു ഗോൾഡ് കളർ എടുത്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സെൻറ്റർ പോർഷനിൽ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ഐ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അങ്ങനെ കാര്യമായിട്ടുള്ളതല്ല, ഒരു സിമ്പിളായിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് എഴുതി കൊടുക്കുന്നത്. എനിക്ക് ഈ ഒരു ഐലൈനർ വിട്ടിട്ട് ഒരു കളിയിലാട്ടോ. എനിക്ക് പണ്ട് മുതലേ യൂസ് ചെയ്തിട്ടുള്ള ഐറ്റമായിരുന്നു. ഇത് എഴുതുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കൊരു കാജൽ എഴുതിയാലും കിട്ടത്തില്ല. കാജലുണ്ടെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഐലൈനർ തന്നെ എഴുതി കൊടുക്കണം കേട്ടോ. അപ്പം നേരെ ഞാൻ ബ്ലഷ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാനിപ്പോൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ബ്ലഷാണ്. ഫേസസ് കാനഡയാണ്. എനിക്ക് പണ്ട് വേറൊരെണ്ണം ഉണ്ടായിരുന്നു. ഞാനങ്ങനെ ബ്ലഷ് ഫാനൊന്നും അല്ല. അപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്ത് കണ്ടപ്പോൾ എനിക്കും ഒരു ആഗ്രഹം തോന്നി. ഓണൊക്കെ വരികയല്ലേ, ഒരു ബ്ലഷ് വാങ്ങാൻ കരുതി വാങ്ങിയിട്ടുള്ളതായിരുന്നു. അതൊരു കുഴപ്പമില്ലാത്ത ഒരു ബ്ലഷാണ്, നാച്ചുറൽ ഫിനിഷിങ് കിട്ടുന്നതാണ്. ബ്ലഷ് ഇട്ടെടുത്തതിന് ശേഷം നേരെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. മാഴ്സിൻ്റെ ഹൈലൈറ്ററാണ് കേട്ടോ. ഇത് കുഴപ്പമില്ലാത്തൊരു പാലറ്റാണ്. അപ്പോൾ ഞാൻ ചീക്സിൻ്റെ അവിടെയും അതുപോലെ തന്നെ നമ്മൾ ഐബ്രോസിൻ്റെ തൊട്ട് താഴെയും പിന്നെ നമ്മളെ നോസിൻ്റെ സെൻറ്റർ പോർഷനിലും ലിപ്പിൻ്റെ അവിടെയും അതുപോലെ തന്നെ താടിൻ്റെ അവിടെയൊക്കെ ആയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊരു കുഴപ്പമില്ലാത്തൊരു ഹൈലൈറ്ററാണ്. കുഴപ്പമില്ല, നമുക്ക് അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ. ഭയങ്കരമായിട്ടല്ല, നല്ലൊരു മീഡിയം ആയിട്ട് നിൽക്കുന്നുണ്ട് സംഭവം. അപ്പോൾ അതിനുശേഷം ഞാൻ നേരെ നമ്മളുടെ പൊട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ കോൺട്രാസ്റ്റ് കളറായിട്ടുള്ള റെഡ് പൊട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പൊട്ട് വെക്കുമ്പോൾ തന്നെ നമ്മളെ ലുക്കൊന്ന് വേറെ ആയിട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നേരെ ലിപ്പ് ലൈനറാണ് വരച്ചു കൊടുക്കുന്നത്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനറാണ്. 62 രൂപയാണുള്ളൂ. ഈ ഐറ്റത്തിന് അടിപൊളിയാണ്, സൂപ്പർ ആയിട്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നേരെ ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. കൊക്കോമോച്ചിയാണ് ഷെയ്ഡ്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഷെയ്ഡ്. എല്ലാവർക്കും സ്യൂട്ടാവുന്ന ഷെയ്ഡാണ്. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്, പറയാതിരിക്കാൻ പറ്റില്ല. രാവിലെ ഞാൻ ഓഫീസിലേക്ക് ഇട്ട് പോയതിന് ശേഷം വൈകുന്നേരം ഇവിടെ വന്ന് തുടക്കുന്ന വരെ ഐറ്റം എൻ്റെ ചുണ്ടലുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊന്നും കഴിച്ചാൽ അങ്ങനെ അധികമൊന്നും പോയിട്ടില്ല. ഉള്ളത്തെ പോഷൻ മാത്രമേ പോവുള്ളൂ. പിന്നെ നേരെ ഞാൻ കുറച്ച് ഹൈലൈറ്റർ ഒന്ന് ലിപ്പിൻ്റെ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഓരോരോ ഓർണമെൻറ്റ്സ് ആയിട്ട് ഇടാം. മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു, ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇത്രയുള്ള കുട്ടി മേക്കപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ നോസ് പിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് റിങ്ങിൻ്റെ ഒരു ഡയമണ്ട് നോസ് പിന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. സഞ്ജുവിടെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നെ നേരെ ഞാൻ വളയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കോൺട്രാസ്റ്റ് കളറാണ് ഞാനെല്ലാം ചൂസ് ചെയ്തിട്ടുള്ളത്. ഒരു റോസ് ടൈപ്പ് ഒരു വളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരെ നമ്മളെ ജുംക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഓണത്തിനും ഞാൻ ഇതേ ജുംക്കയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളെ ലുക്കന്നെ മാറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ഞാൻ നേരെ നമ്മളെ നെക്ക് പീസാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യൂട്ടായിട്ടുള്ള നെക്ക് പീസാണ്. ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ഒന്നാണ് കേട്ടോ. ഗ്രീൻ കളറാണ് ഉള്ളത്. അപ്പോൾ പിങ്ക് ആയിരുന്നു എനിക്ക് താല്പര്യം, പക്ഷേങ്കിൽ ഗ്രീൻ ആയതുകൊണ്ട് അത് ഇട്ട് കൊടുക്കാൻ കരുതി വേറെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണ്ടല്ലോ. ഓൾറെഡി എൻ്റെ കഴുത്തിലുള്ള
കുഞ്ഞി മാല ഊരാൻ കിട്ടുന്നില്ല. അതിൻ്റെ കൊളുത്ത് ഭയങ്കര കട്ടിയാണ്. പിന്നെ അതൊന്നും പുറകിലേക്ക് വലിച്ചിട്ടതിന് ശേഷമാണ് ഞാൻ മാല ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഹെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. മേക്കപ്പ് ലുക്ക് ഇട്ടതിന് ശേഷം അപ്ലോഡ് ചെയ്യാം. നമ്മൾ ഓണത്തിന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു 4-5 ഹെയർ സ്റ്റൈലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ട് മുല്ലപ്പൂക്ക് വെച്ചിട്ടുള്ള ഒരു ട്രഡീഷണൽ ഹെയർ സ്റ്റൈൽസ് ആണോ ചെയ്തിട്ടുള്ളത്. അപ്പം നേരെ മുല്ലപ്പൂ വെച്ച് കൊടുക്കാൻ ഭയങ്കര സ്മെല്ലാണ്. 2 മുഴം പൂവേ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഹെയറിനൊക്കെ അതൊക്കെ ധാരാളമാണ് കേട്ടോ. എനിക്ക് അത് കുറച്ച് മുടിയല്ലേ ഉള്ളൂ. മുല്ലപ്പൂ ഞാൻ 3 ലെയർ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പൊങ്ങി നിൽക്കൊന്ന് പിരിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മേലെന്ന് സൈഡിലേക്കാണ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ടിക്ക് വെച്ചിട്ടാണോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ ധാവണി പോലെ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഷോൾ ഇങ്ങനെ ലൂസായിട്ട് ധാവണി ഉടുക്കില്ല, അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് തേച്ചൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ലൂസാക്കി വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും അടിപൊളിയായിട്ട് റെഡി ആവുക. എനിക്ക് എൻ്റെ മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഒരുങ്ങി നിന്നപ്പോഴാണ് നമ്മളൊരു കൊച്ചു സുന്ദരി വന്നിട്ടുണ്ടായിരുന്നത്. വീടിൻ്റെ അടുത്ത കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ അവളെ കൂട്ടി ഒരു വീഡിയോ എടുക്കാമെന്ന് കയറിയത്. അപ്പോൾ എൻ്റെ കുട്ടി മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതാണ്. ടാറ്റാ.